കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെ കേൾക്കുന്നതായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ഇടയിൽ ചിന്തിച്ചു വരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ശരി തെറ്റുകൾ അവരവർ വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ചിന്ത എനിക്കുണ്ട്. ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പാതാരബന്ധങ്ങളെ ഞങ്ങൾ പിന്നെയും ഭയം പ്രാപിക്കുന്നു. ദൈവം ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ഗോപുരവുമായിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പിശാചൊരുക്കുന്ന തന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവേ, സ്തോത്രം സ്തോത്രം. ദൈവമേ, സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കുന്നു. യേശു നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. ക്രിസ്തീയ വിശ്വാസത്തിൽ സഭകളിൽ സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നത് ഉചിതമാണോ എന്നുള്ളതിനെക്കുറിച്ച് തർക്കപരമായ രണ്ട് അഭിപ്രായങ്ങൾ ശക്തമായി നമുക്ക് നിലനിൽക്കുന്നു നമ്മുടെ ഇടയിൽ. അത് വളരെ വ്യാപകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതുമായ കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനും അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ലഭിച്ചതായ കാര്യങ്ങൾ ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാലം മാറിയതുകൊണ്ട് വചനത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാകുകയുമില്ല. അത് അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് കർത്താവ് തന്നെ പറയുകയും ചെയ്തു. ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാത്ത നിലയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് പറയപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല, ലിഖിതവും കൂടെയാണ്. അപ്പോൾ സ്ത്രീകളെ ശുശ്രൂഷകളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ശരിയാണോ, അതോ അവർക്കും ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യാമോ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീ പുരുഷന്മാരെ വളരെ അന്തരമുള്ളവരായി കാണുന്നില്ല. ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നാണ് എന്ന് പറയുവാൻ കഴിയില്ല. സ്ത്രീക്ക് സ്ത്രീയുടേതായ രീതിയും ശാരീരിക പ്രകൃതിയും ചിന്താശക്തിയുമുണ്ട്. പുരുഷന് പുരുഷൻ്റേതായ ചിന്താശക്തിയും കായിക ബലവും കായികമായി തന്നെ ശാരീരികമായി തന്നെ രണ്ടുപേരും 100% വ്യത്യസ്തമായ തരത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ അത് രണ്ടുപേരും രണ്ട് രീതിയും തന്നെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ചെയ്യുന്നതിൽ അവരെ മാറ്റി നിർത്താമോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുന്ന വിഷയം. ഇന്ന് സ്ത്രീകൾ സ്പേസിൽ വരെയും സഞ്ചരിക്കുന്നു ആണുങ്ങളോടൊപ്പം. ആണുങ്ങൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ പണികളും അവരും ചെയ്യുന്നു.
ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതിനും മാത്രം എന്തിനാണ് ഈ വിലക്കുണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബൈബിളിനെ പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിലെല്ലാം സഹോദരിമാർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അവരുടെ വസ്തുവകകൾ വിറ്റും മറ്റുമൊക്കെ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയയും മറ്റു ചില സ്ത്രീകളും യോഹന്ന, ശൂശന്ന ഇവരെല്ലാം വസ്തുവകൾ പോലും വിറ്റ് യേശുവിനെ ശുശ്രൂഷിച്ചവരാണ്. അവർ യേശുവിനോടുകൂടെ നടന്നു. ആ വീടുകളിൽ യേശു ചെന്ന് പാർത്തിട്ടുണ്ട്. ലാസറിൻ്റെ വീട്ടിലെ വിശേഷിച്ചും മാർത്തയുടെയും മറിയ, അത് വേറെ മറിയ, ഇത് വേറെ മറിയ, എന്നാലും അവിടെ ചെന്ന് കർത്താവ് പ്രവർത്തിക്കുവാൻ പാർക്കുവാനിടയായിത്തീർന്നിട്ടുണ്ട്. ഇനി ഒന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന സ്ത്രീകളെ, അതായത് രോഗസൗഖ്യത്തിന് വേണ്ടി, ഭൂതശാന്തിക്ക് വേണ്ടി, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന സ്ത്രീകളെ യേശു മാറ്റി നിർത്തിയില്ല. അന്നത്തെ ആചാരപ്രകാരം രക്തസ്രവം ഉണ്ടായിരുന്ന സഹോദരിമാർ ഒരിക്കലും സമൂഹത്തിൻ്റെ ഇടയിൽ വരാനായിട്ട് പാടില്ല എന്നായിരുന്നു നിയമം. എന്നാൽ ആ നിയമം, അന്നുണ്ടായിരുന്ന ആ കിരാതമായ നിയമത്തെ ഭേദിച്ചുകൊണ്ട് ആ സഹോദരി യേശുവിൻ്റെ അടുക്കൽ വന്ന് കർത്താവ് എന്ന് പറഞ്ഞില്ല. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവളോട് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ സൗഖ്യമാക്കി പറഞ്ഞയച്ചു. ഇതാണ് യേശു. ഇനി പിന്നെയും അപ്പോസ്തലന്മാരുടെ കാലത്ത് വരുമ്പോൾ നമുക്ക് പ്രത്യേകമായി കാണുന്ന ഒരു അധ്യായമാണ് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം. അതിൽ തന്നെയും പ്രശസ്തമായി ഫേബയും പ്രിസ്കയും മറിയയും ത്രൂഫയനയും റൂഫസിൻ്റെ അമ്മയായ മറിയയും യേശുവിൻ്റെ ക്രൂശ് ചുമന്നതായ റൂഫസിൻ്റെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരിക്കണം ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. അവർ യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്തു എന്ന് കാണും. ഫേബയ്ക്ക് സമയമുണ്ടായിരുന്നു. അവൾ ശുശ്രൂഷക്കാരത്തിയായിരുന്നു. അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരത്തി എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്തവളായിരിക്കാനാണ് സാധ്യതയില്ല. ശരിക്കും യേശുവിൻ്റെ ശുശ്രൂഷ, സുവിശേഷ വേലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരായിരുന്നു അവർ. ഇന്നും ക്രിസ്തീയ ശുശ്രൂഷകളിൽ വളരെ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരുണ്ട്. അതിനൊരു തർക്കവുമില്ല. പിന്നെന്തിനാണ് അവരെ ആ നിലയിൽ നിന്ന് മാറ്റി അവർക്കൊരു 2ാം സ്ഥാനം കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്കുള്ളതായ അഭിപ്രായം. എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിനെ ഒരു അമ്മ തന്നെയാണ് പ്രസവിച്ചത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവിടെ ആ സ്ത്രീയുടെ മഹത്വം ഉയർത്തിക്കാട്ടുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ടു. കല്ലറ കാണാൻ പോയ വ്യക്തികളിൽ സഹോദരിമാരുണ്ടായിരുന്നു. അവർ വെളുക്കും മുമ്പേ പോയ അവരുമുണ്ട്. എന്നാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം പോയ സഹോദരന്മാരെക്കാൾ എത്രയോ ഭാഗ്യവതികളായിരുന്നു അവർ. അവർ
യേശുവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു മടങ്ങി. ശിഷ്യന്മാർക്ക് അവസരം ഉണ്ടായില്ല. കാരണം അവരുടെ വിശ്വാസം കല്ലറ കാണാനും തൈലം പൂശാനും മറ്റുമൊക്കെയാണ് അവർ പോയതായിട്ട് കാണുന്നത്. ഓരോ സുവിശേഷകരും അത് വ്യത്യസ്തമായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശുവിന് അവരെ ഇഷ്ടമാണെങ്കിൽ പിന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരായ സഹോദരന്മാർ അവരെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നും ഇപ്പോഴും ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും കർത്താവിന് വേണ്ടി പാടുകയും ഒരുപക്ഷെ നമ്മളെക്കാളെല്ലാം ശക്തമായി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വചനഘോഷണത്തിൽ പോരാടുന്ന അനേക സഹോദരിമാർ ഇന്നുമുണ്ട്. രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ നോക്കിയാൽ അവർ പിന്നിലല്ല. ഏത് സ്ഥലത്തും കയറി ചെന്ന് യേശുവിനെ സുവിശേഷിക്കുവാൻ ഇക്കൂട്ടർ മടി കാണിക്കുന്നില്ല. പുരുഷന്മാർക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥാനങ്ങളിലൊക്കെയും സ്ത്രീകൾ കടന്നു ചെന്ന് കർത്താവിനെ സാക്ഷീകരിക്കുന്നു. ഇന്ത്യയുടെ കൾച്ചറിൽ ഇവിടെ നമുക്ക് ഒരു സ്ഥലമുണ്ട്, ആരാധനാ സ്ഥലം. അവിടെ സ്ത്രീകൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസും വഴക്കും ഒക്കെ ഉണ്ടാകുവാനുണ്ടായത്. രണ്ട് ഭാഗം തമ്മിൽ ഭയങ്കര അടിയും ബഹളവുമായി. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കണ്ടതാണ്. ഇതുപോലെയാണ് ആ യേശുവിന് ആണ്, അതുകൊണ്ട് അവൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ കൊടുക്കുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല. തെറ്റും ശരിയും ശിക്ഷയും രക്ഷയും എല്ലാം ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് കർത്താവായ യേശു കൽപ്പിക്കുവാനിടയായിത്തീർന്നു. ചിലപ്പോൾ പഴയ നിയമകാലത്ത് ചില സംഭവങ്ങൾ കാണിക്കുന്നവരുണ്ട്. അത് അന്നത്തെ കാലമായിരുന്നു. കാലങ്ങൾ മാറിയപ്പോൾ യേശു തന്നെ പുതിയ നിയമം ഉണ്ടാക്കി. അപ്പം ഇന്ന് പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നവരായ നാം ഓരോരുത്തരും ഇതിനെ അംഗീകരിക്കണം. ഇപ്പം തന്നെ ലോകത്തിൻ്റെ പോലീസായ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എല്ലാവരെയും വിറപ്പിച്ചു. പക്ഷേ ബ്രസീലിലെ ഒരു സഹോദരി, പ്രസിഡൻ്റായിരിക്കുന്ന ഒരു സഹോദരി ഷൈൻബാം, അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനോ അവരുടെ മുൻപിൽ മുട്ടുകുത്താതിരിക്കാനോ ട്രംപിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സരിമാവോ ഭണ്ഡാരനായിക, മാർഗരറ്റ് തച്ചാർ, ഇന്ദിരാഗാന്ധി, ഇവരെല്ലാം ഒരുപക്ഷെ വളരെ പ്രശസ്തരായ നിലയിൽ രാജ്യത്തെ ഭരിച്ചവരൊക്കെയാണ്. ഇനിയും ആളുകളുണ്ട്, അവരും രാജ്യത്തെ ഭരിച്ചവരിൽ അവരും പെടുന്നു. പ്രിയ ദൈവമക്കളെ, എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ദൈവത്തിന് ആണും പെണ്ണും വ്യത്യാസമല്ല. ആ പെണ്ണിന് അശുദ്ധിയും ആണിന് വിശുദ്ധിയും അങ്ങനെ ഒരു പ്രമാണം ബൈബിൾ കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അവരെ മാറ്റി നിർത്താൻ പാടില്ല എന്ന വാക്കുകളോട് ഞാൻ എൻ്റെ അഭിപ്രായവും ആശയവും ഇവിടെ അറിയിക്കുന്നു. സർവശക്തനെ ദൈവമേ, ഒരുത്തൻ തൻ്റെ വാക്കിനാൽ തന്നെ നീതീകരിക്കപ്പെട്ടവനും വാക്കിനാൽ കുറ്റം പിടിക്കപ്പെട്ടവനുമാകും. ഞങ്ങൾ പറയുന്ന വാക്കുകളെ ഞങ്ങൾ തന്നെ പരിശോധിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ നിഷ്കളങ്കരായിരിക്കാനും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണം പ്രിയ പിതാവേ. ആമേൻ. ആമേൻ.